കൈതേന്നേ ഇങ്ങനെ അറുത്തെടുത്തിട്ട് കൈത ഒരെണ്ണം ഇങ്ങനെ എടുത്ത് ഇങ്ങനെ പോന്തി ഇങ്ങനെ എടുക്കണം. പോന്തി അത് കൈ മുറിയുമ്പോൾ നല്ല ഈ കയ്യിലൊക്കെ മുള്ളു കൊള്ളുകയും എല്ലാം ചെയ്യും അമ്മയുടെ മുഖത്ത്. തഴച്ചെടികൾ തഴച്ചു വളരുന്ന നാട്, തഴപ്പായയുടെ പേരിൽ ഖ്യാതി നേടിയ നാട്. ആ നാടിന് തഴവയെന്നു പേര്. അത് വെള്ളം വെച്ച് തീരിച്ച് അത് വെള്ളം വെച്ച് തിളപ്പിച്ചിട്ട് തഴ അതിലോട്ടിട്ട് പുഴുങ്ങിയെടുക്കണം. പുഴുങ്ങിയെടുത്ത് അത് എടുത്ത് കരക്കിടണം. കരക്കിട്ട് ചൂട് പോകുമ്പോൾ അത് കൊണ്ടുവന്ന് ചരുവത്തിൽ വെള്ളം എടുത്തിട്ട് ആ വെള്ളത്തിൽ കൊണ്ടുവന്ന് ഇടണം. അത് പിറ്റേന്ന് ആ വെള്ളം ഊറ്റിക്കളയണം. ഊറ്റിക്കളഞ്ഞിട്ട് വീണ്ടും അതിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം ഒഴിച്ചു കൊടുത്തൊരു 4-5 മണിക്കൂർ, ഒരു 6-7 മണിക്കൂർ കഴിയുമ്പോൾ വീണ്ടും അതെടുത്ത് കരക്കിടും. കരക്കിട്ട് കഴിഞ്ഞ് അത് തോരുന്നുണ്ടെ ഇവിടെയൊക്കെ തൂക്കിയിടും. വെള്ളം വാനം നമുക്ക് വെയിലുണ്ടെങ്കിൽ ഉണക്കി അതെടുത്ത് ചിലപ്പോൾ 2 ദിവസം കൊണ്ട് കിട്ടും, ചിലപ്പോൾ 3 ദിവസം കൊണ്ട് കിട്ടും. മോളെ ഈ പായ കിടന്നാലേ നമുക്ക് കൈകാലുകൾക്കെല്ലാം നല്ല സുഖം കിട്ടുകയും എല്ലാം ചെയ്യും. വേറുള്ള പുൽപ്പായ കിടക്കുന്ന പോലെ ഒന്നും അല്ല ഈ പായ. മോൾ ഉറങ്ങിപ്പോയോ? കഥ കേട്ട് ഉറങ്ങിപ്പോയവരിൽ പലരും പിറ്റേന്ന് ആ കഥയുടെ ബാക്കി ചോദിച്ചറിഞ്ഞു. പണ്ടത്തെ ഉറക്കത്തിൻ്റെ സുഗന്ധവും സുഖവുമെല്ലാം അവരുടെ മനസ്സിൽ തങ്ങി നിന്നു. ഒരു നാടിൻ്റെ സാംസ്കാരിക മുദ്രയെ പുതിയ തലത്തിലേക്ക് കൊണ്ടുവരികയാണ് ചിലർ. കൊച്ചുനാളെന്നുള്ള എൻ്റെ അമ്മൂമ്മ പോകുമ്പോൾ ഞാൻ ഇതിലാണ് കിടന്നിട്ടുള്ളത്, തഴപ്പായിൽ. അപ്പോൾ അതിൻ്റെ ഒരു സുഖവുമാണ് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ അത് കുറച്ചും കൂടെ ആൾക്കാരിലേക്ക് എത്തിക്കണം എന്ന് തോന്നിയിട്ടാണ് ഞാൻ ഈ ഒരു ഷോപ്പ് തുടങ്ങിയപ്പോൾ തന്നെ ഈ ഒരു പ്രൊഡക്ട്സ് ഇതിലേക്ക് എത്തിച്ചത്. അതിപ്പോൾ ആരും ചെയ്യുന്നില്ല, അവർ ചെയ്യുന്നവരെ പോയി കണ്ടെത്തി ഇതിപ്പോൾ എനിക്ക് പ്രൊഡക്ട്സ് വേണമെന്ന് പറഞ്ഞു, അങ്ങനെ ഓർഡർ ചെയ്യിപ്പിച്ചു കൊണ്ടുവന്നേക്കുന്നതാണ്. അപ്പോൾ ഇത് ഞാനൊരു സെയിൽ ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി ഒരുപാട് ആവശ്യക്കാരുണ്ട്. പണ്ട് ഒരുപാട് ഉപയോഗിച്ച് ഒരുപാട് അന്വേഷിച്ചിട്ട് കിട്ടാത്ത പ്രൊഡക്റ്റ് ആണെന്ന് പറഞ്ഞ് ഒരുപാട് ആൾക്കാർ നമ്മളെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ തന്നെ കുറേ അധികം കേരളത്തിന് പുറത്തേക്ക് വരെ ഞാൻ ഈ സാധനം അയച്ചു കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ഗൾഫിലെ ജോലി ഉപേക്ഷിച്ചിട്ടാണ് ഇതിലേക്ക് വന്നത്. അപ്പോൾ പലയിടത്തുനിന്നും പല ചോദ്യങ്ങളാണ്, ഇത്രയും നല്ലൊരു ജോലി ഉപേക്ഷിച്ചിട്ട് എന്തിനാണ് ഇതിലേക്ക് വന്നത്. ഇപ്പം നമ്മുടെ ഒരു ഇഷ്ടങ്ങളല്ലേ, ഗൾഫിൽ കിടന്ന് എത്ര ശമ്പളം ഉണ്ടാക്കിയാലും ഇപ്പം നമ്മുടെ നാട്ടിൽ നിന്നിട്ടൊരു ചെറിയൊരു വരുമാനമാണെങ്കിലും അതിൽ നിന്ന് ഉൾക്കൊണ്ട് ജീവിക്കാൻ വേറൊരു സിറ്റുവേഷനാണ്. നാടിനുണർവിലാണ്. ഉപജീവനത്തിന്റെ വഴിയിലേക്ക് നെയ്ത്തുകാർ എത്തി തുടങ്ങി. ഞാൻ ഈ കുതിരപ്പന്തിയിൽ തന്നെ ജനിച്ചു വളർന്ന തഴവയിൽ. അപ്പം നേരത്തെയൊക്കെ ചെയ്തിട്ടുണ്ട്. എൻ്റെ അച്ഛനൊരു മെത്തപ്പായ വ്യവസായിയായിരുന്നു. പുതിയ തലമുറ ഇത് ചെയ്യുമെന്ന് അറിയത്തില്ല, അത് മുള്ളു കൊള്ളുന്ന പരിപാടിയാണ്. കാട്ടിലൊക്കെ കയറി തഴ ഇറക്കാനും അവരതൊന്നും തലമുറകളായിട്ട് ചെയ്യാൻ വേണ്ടി ഞങ്ങളിപ്പോൾ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. പുതിയ കൊച്ചുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. തഴവ പഞ്ചായത്ത് തനത് ഫണ്ടിൽ നിന്ന് 6.5 ലക്ഷം രൂപയാണ് മേഖലയുടെ വികസനത്തിനായി മാറ്റിവെച്ചിരിക്കുന്നത്. നാടിന്റെ പൈതൃകത്തെ വരും തലമുറകളെയും ഓർമ്മപ്പെടുത്താൻ തഴവയിൽ തഴവ മുത്തശ്ശി ശില്പം സ്ഥാപിക്കാനും തീരുമാനമായിട്ടുണ്ട്. നാടിന്റെ മേൽവിലാസത്തെ തിരിച്ചുപിടിക്കാൻ പ്രായഭേദമന്യേ മനുഷ്യർ മുന്നിട്ടിറങ്ങുകയാണ്. ഷാനവാസ് ഫരീദിനൊപ്പം രാഹുൽ ജി നാഥ്, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.